തുല്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ കേരളത്തിലെ സ്ത്രീകളെ മാറ്റിയതിൽ കുടുംബശ്രീക്ക് നിർണായക പങ്കുണ്ടെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി. ഓരോ കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്നതിൽ കുടുംബശ്രീ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കണ്ണൂരിൽ നടന്ന കുടുംബശ്രീ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രത്നകുമാരി. സ്ത്രീകളുടെ ജീവിത നിലവാരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കുടുംബശ്രീ വരുത്തിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പറഞ്ഞു. കുടുംബശ്രീ പ്രസ്ഥാനം 27 വർഷം പിന്നിടുമ്പോൾ തുല്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ സ്ത്രീകളെ മാറ്റാൻ ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞുവെന്നും രത്നകുമാരി പറഞ്ഞു. നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്നത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി സ്ത്രീ എന്ന ഒരു രാഷ്ട്രീയം മാത്രം വെച്ച് പുലർത്തുന്ന ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സ്ത്രീകളുടെ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ആ നിലയിൽ അന്ന് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രക്ഷോഭങ്ങളോ പരസ്പരമുള്ള സംഘടനകളൊന്നുമില്ലാതെ വളരെ കൃത്യമായി കാര്യക്ഷമമായി സുതാര്യമായി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിനകത്തുള്ള സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നെടുത്ത് പരിശോധിച്ചാൽ എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് കാർഷിക മേഖലയിൽ നമുക്കറിയാം ജയന്തി ഗ്രൂപ്പുകളടക്കം രൂപീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ പച്ചക്കറികളായാലും നെൽകൃഷികളായാലും കിഴങ്ങുവർഗ്ഗങ്ങളായാലും അങ്ങനെ എന്ന് വേണ്ട ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നതിന് വേണ്ടി കുടുംബശ്രീ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല മാധ്യമ ശില്പശാല കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കുടുംബശ്രീയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകുക, പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ പ്രചരണം നൽകുക എന്നീ ലക്ഷ്യത്തോടുകൂടിയാണ് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വിനീഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചരിത്രം, വികസനം, മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ ക്ലാസ് എടുത്തു. വാർത്തകൾ വിരിയുന്നത് എന്ന വിഷയത്തിൽ ജേർണലിസ്റ്റും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ ജോസി ജോസഫ് ക്ലാസ് എടുത്തു. കാർഷിക മേഖലയിൽ കുടുംബശ്രീയുടെ നാൾവഴികൾ എന്ന വിഷയത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ K രാഹുൽ ക്ലാസ് എടുത്തു. കുടുംബശ്രീയിലൂടെ വിജയം കൈവരിച്ച സംരംഭങ്ങളായ റഹന കമ്മ്യൂണിറ്റി കിച്ചൺ, RO പ്ലാന്റ്, ആദികുട, തിരുവോണം JLP, അലങ്കാർ ഫാൻസി എന്നിവയുടെ പ്രതിനിധികളും ആന്തൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും വിജയഗാഥകൾ പങ്കുവച്ചു. കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ EV ജ്യോതി ലക്ഷ്മി, പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ, NT അമൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.